നമസ്കാരം, BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, ട്രിവാൻഡ്രം, എറണാകുളം, തൃശൂർ, കണ്ണൂർ, ചെന്നൈ ആൻഡ് കോയമ്പത്തൂർ. പവർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്, മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വെയർ, സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. യുവനടിയുടെ പരാതി, നടൻ സിദ്ദിഖിനെതിരെ പോലീസ് കേസെടുത്തു. യുവനടിയുടെ പരാതിയിൽ നടൻ സിദ്ദിഖിനെതിരെ പോലീസ് കേസെടുത്തു. മ്യൂസിയം പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. ബലാത്സംഗത്തിനും ഭീഷണിപ്പെടുത്തിയതിനുമാണ് കേസ്. മസ്കറ്റ് ഹോട്ടലിൽ വച്ച് പരാതിക്കാരിയെ 2016 നടൻ സിദ്ദിഖ് ബലാത്സംഗം ചെയ്തു എന്നാണ് പരാതി. DGPക്ക് ഇമെയിൽ മുഖേനയാണ് നടി പരാതി നൽകിയത്. പരാതി പ്രത്യേക സംഘത്തിന് കൈമാറും. വനിതാ ഡോക്ടറുടെ കൊലപാതകം. പശ്ചിമബംഗാളിൽ BJP ബന്ദ് ആരംഭിച്ചു. പശ്ചിമബംഗാളിൽ BJP ആഹ്വാനം ചെയ്ത ബന്ദ് ആരംഭിച്ചു. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ 12 മണിക്കൂർ ബന്ദിനാണ് BJP ആഹ്വാനം ചെയ്തത്. അതേസമയം ബന്ദ് ആഹ്വാനം തള്ളിയ സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങൾ അടക്കമുള്ളവ തുറന്നു പ്രവർത്തിക്കുമെന്നും വ്യക്തമാക്കി. ബംഗാൾ പോലീസിന് കർശന ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പെൺകുട്ടികളുടെ വിവാഹപ്രായം ഉയർത്തി ഹിമാചൽ പ്രദേശ്. പെൺകുട്ടികളുടെ വിവാഹപ്രായം 21 ഉയർത്തി ഹിമാചൽ പ്രദേശ്. വിവാഹപ്രായം 18 നിന്നും 21 ഉയർത്താനുള്ള ബിൽ ഹിമാചൽ പ്രദേശ് നിയമസഭ അംഗീകരിച്ചു. ആരോഗ്യ, സാമൂഹിക നീതി, വനിതാ ശാക്തീകരണ ലക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം എന്നാണ് സംസ്ഥാന സർക്കാർ അറിയിച്ചത്. അമ്മയിലെ കൂട്ടരാജിയിൽ വിയോജിപ്പുണ്ട്. ഭൂരിപക്ഷ അഭിപ്രായം അംഗീകരിച്ചു അനന്യ. അമ്മയിലെ കൂട്ടരാജിയിൽ വിയോജിപ്പുണ്ട്. ഭൂരിപക്ഷ അഭിപ്രായം അംഗീകരിച്ചുവെന്ന് അനന്യ. താരസംഘടനയായ അമ്മയിൽ കൂട്ടരാജി തീരുമാനത്തിൽ ഭിന്നത. ടവിനോ തോമസ്, അനന്യ, വിനു മോഹൻ, സരയു എന്നിവർ ആദ്യം രാജി തീരുമാനത്തെ എതിർത്തു. പിന്നീട് ഭൂരിപക്ഷ തീരുമാനത്തിന് വഴങ്ങുകയായിരുന്നു. അമ്മ സംഘടനയിലെ കൂട്ടരാജിയിൽ തനിക്ക് വിയോജിപ്പുണ്ടെന്ന് നടി അനന്യ 24നോട് പറഞ്ഞു. ഭൂരിപക്ഷാഭിപ്രായം അംഗീകരിക്കുകയായിരുന്നുവെന്നും നടി കൂട്ടിച്ചേർത്തു. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ എതിരില്ലാതെ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ എതിരില്ലാതെ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. മധ്യപ്രദേശിൽ നിന്നാണ് ജോർജ് കുര്യൻ രാജ്യസഭയിൽ എത്തുന്നത്. ഇന്നലെ ഭോപ്പാലിലെത്തി അദ്ദേഹം വരണാധികാരിയിൽ നിന്നും സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങി. ഈ പ്രസരിപ്പ്, ആരോഗ്യം, എല്ലാത്തിനും അടിസ്ഥാനം ചിട്ടയായ ആഹാരരീതിയാണ്. തിരഞ്ഞെടുത്ത നെല്ലിൽ നിന്നും പോഷക ഗുണങ്ങൾ നഷ്ടമാവാതെ തയ്യാറാക്കുന്ന അതിവിശിഷ്ടമായ മട്ടയരി.
മയിൽ മട്ടയരി വൈറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീൻസ്, ഫൈബർ തുടങ്ങിയവയാൽ സമ്പുഷ്ടമാണ് മയിലിന്റെ മട്ടയരി. കലർപ്പില്ലാത്ത മയിൽ മട്ടയരി ഒരിക്കൽ ഉപയോഗിച്ചവർ ശീലമാക്കുന്നു, എന്നെ പോലെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രോഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. പശ്ചിമ ബംഗാളിൽ BJP പ്രഖ്യാപിച്ച ബന്ദ് തുടരുന്നു. ഹെൽമറ്റ് വച്ച് സർവീസ് നടത്തി ട്രാൻസ്പോർട്ട് ബസ് ഡ്രൈവർമാർ. പശ്ചിമ ബംഗാളിൽ BJP പ്രഖ്യാപിച്ച ബന്ദ് തുടരുന്നു. കൊൽക്കത്തയിലടക്കം ബസ് സർവീസുകൾ തടസ്സപ്പെട്ടു. കടകൾ തുറന്നില്ല. പ്രതിഷേധിച്ച BJP പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മമതാ ബാനർജി ഏകാധിപത്യത്തിന്റെയും ക്രൂരതയുടെയും എല്ലാ പരിധികളും ലംഘിച്ചു. മുഖ്യമന്ത്രി മൌനം വെടിയണമെന്ന് JP നദ്ദ പറഞ്ഞു. ബംഗാൾ ട്രാൻസ്പോർട്ട് ബസ് ഡ്രൈവർമാർ ഹെൽമറ്റ് വച്ചാണ് സർവീസ് നടത്തുന്നത്. പ്രതീക്ഷയോടെ കേരളം. സംഭരിച്ച വിളകൾക്കും വായ്പകൾക്കും ഉൾപ്പെടെ സഹായം വേണം, കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു. വയനാട് ഉരുൾപൊട്ടലിൽ കേന്ദ്ര സർക്കാർ ധനസഹായം പ്രഖ്യാപിക്കാനിരിക്കെ സംഭരിച്ചു വച്ചിരുന്ന വിളകൾക്കും വായ്പകൾക്കും ഉൾപ്പെടെ സഹായം വേണമെന്നാവശ്യപ്പെട്ട് കേരളം. വയനാട്ടിൽ സന്ദർശനം നടത്തുന്ന കേന്ദ്ര സംഘത്തിന് മുന്നിൽ ഇക്കാര്യം ഉന്നയിച്ചിട്ടുണ്ട്. വയനാട്ടിലേത് അസാധാരണ ദുരന്തമെന്ന രീതിയിൽ കണക്കാക്കിയാൽ മാത്രമേ ഈ ആവശ്യങ്ങൾ പരിഗണിക്കാനിടയുള്ളൂ. നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പരിപൂർണതയേകുവാൻ പുതുപുത്തൻ മോഡലുകളിലുള്ള വർണ്ണവസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ 50% വരെ വിലക്കിഴിവ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ. ലേഡീസ് ബാഗ്, സ്കൂൾ ബാഗ്, ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്കിഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ്. പുരുഷന്മാർക്കായി പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടുകൾ, ടീഷർട്ടുകൾ, കാർഗോസ്, ഷൂസ്, ചപ്പൽസ് എന്നിവയും ഒരുക്കിയിരിക്കുന്നു. വിദേശയാത്രയ്ക്കായി തയ്യാറെടുക്കുന്നവർക്കായുള്ള തേർമൽ വിയർ ജാക്കറ്റ്സും ലഭ്യമാണിവിടെ. സിറ്റി ടവർ ഓപ്പോസിറ്റ് ടു KSRTC ബസ് സ്റ്റാൻഡ്, അങ്കമാലി. Our sister concern City Wear and City Shoes, Angamali. Number 048424555555. ലൈംഗികാരോപണം, മുകേഷിന്റെ രാജി അനിവാര്യം, സർക്കാർ മുൻകൈയെടുക്കണം. ആനി രാജ. മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്ന CPI നേതാവ് ആനി രാജ. സർക്കാർ മുൻകൈയെടുക്കണം, മുകേഷിന്റെ രാജി അനിവാര്യം. ലൈംഗികാരോപണം നേരിടുന്ന മുകേഷ് MLA സ്ഥാനങ്ങളിൽ നിന്നും മാറി നിന്ന് അന്വേഷണത്തെ നേരിടണം. അല്ലെങ്കിൽ അന്വേഷണം സത്യസന്ധമാണോ എന്ന് പൊതുജനങ്ങൾ സംശയിക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ കനക്കും. ഇന്ന് 3 ജില്ലകളിൽ യെല്ലോ അലർട്ട്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ കനക്കും. വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച്, മഞ്ഞ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്ന് 3 ജില്ലകളിലാണ് മഞ്ഞ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മഞ്ഞ അലർട്ട്. നാളെ കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലും ഓഗസ്റ്റ് 30-ന് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലുമാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.